ഞാൻ വീട്ടിൽ പോകും, അതുമാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾ ഇവിടൊക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ. ഈ പുഴയോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കാ കിട്ടുക? ഇതിനൊക്കെ എന്താ പറയുക, അവൻ്റെ ആ എക്സ്പ്രഷൻ ഇതൊക്കെ കണ്ട വലിയ വേറെ എന്തോ കോമഡി പടം കാണുന്ന പോലെയാണ്. ഇവനിക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇത്രമാത്രം ചിരിക്കാൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത്രയ്ക്ക് മാത്രം ചിരിക്കാനുള്ള സംഭവങ്ങളാണോ അതിൽ? ഒരു പറ്റം യുവാക്കൾ എന്താ പറയുക, വയനാട്ടിലെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുമ്പോൾ ഇവൻ അവരുടെ ആ സങ്കടവും വിഷമമൊക്കെ കണ്ടിട്ട് അവൻ്റെ ആ അട്ടഹസിച്ച് ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ അവൻ്റെ ആ കുറച്ച് ക്ലിപ്പും കൂടെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. അതുമാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾ ഇവിടൊക്കെ ഇരുന്ന ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ. ഈ പുഴയോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കാ കിട്ടുക? ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങള്, ഒരുപാട്. അതിനെല്ലാം കിട്ടി, എല്ലാത്തിനും കിട്ടി. ഒന്നുമില്ല സാറേ. 3 വയസ്സുകാരി സൂഹി സഹ കാണാനില്ല. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച്. ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ, മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലുള്ള വെച്ചതൊന്നും. അപ്പോൾ എല്ലാം വളരെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കി. ഞങ്ങളെല്ലാം ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും കൈ, നഖം, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. 13 അംഗ കുടുംബം, അതിൽ 5 പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി. മകളടക്കം. എന്താ പറയവനെയൊക്കെ, എന്താ അവൻ്റെ ചിരിയും. ഉരുൾപൊട്ടൽ കാണാതായ ഒരു മകളെ കുറിച്ചിട്ടുള്ള അച്ഛൻ്റെ ആ രോദനമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ടാണ് ഇവൻ ഇത്രയും ചിരിക്കുന്നത്. ഇവൻ മനുഷ്യൻ തന്നെയാണോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഇങ്ങനെ മലയാളികൾ എന്താ പറയുക, വയനാട്ടിലെ ആളുകൾക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നു. മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോരുത്തന്മാരുണ്ടല്ലോ. ഇവന്മാരെയൊന്നും ദുരന്തത്തിന് വേണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. അതുപോലെ തന്നെ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്താലും കുറ്റങ്ങളൊന്നും പറയുന്ന ഇവന്മാരെ പോലെയുള്ളവ ഇവനക്ക് ഇത് കണ്ടിട്ട് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവനക്ക് ഇത്രമാത്രം ചിരിക്കാൻ അതിൽ എന്താ ഉള്ളത്? ആ അച്ഛൻ്റെ ആ സങ്കടവും ഇതും കാണുമ്പോൾ ഇവനക്ക് ഇത്രമാത്രം പൊട്ടിച്ചിരിക്കാൻ എന്താ ഉള്ളത് എന്നാണ് മനസ്സിലാകാത്തത്. അപ്പോൾ ഇവനക്ക് ഇത് സ്ഥിരം പരിപാടിയാണെന്ന് തന്നെ പറഞ്ഞു. അവനക്ക് ഈ ഒരു ഇത് ഇന്നൊന്നിൽ തുടങ്ങിയില്ല. അവനക്ക് അവൻ്റെ വീഡിയോകൾ റീച്ച് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ പലരും ഇതിനെക്കുറിച്ച് ഇവൻ്റെ വീഡിയോ എടുത്തിടും. അപ്പോൾ അവൻ്റെ വീഡിയോ പോയി കാണും. തെറിയാണെങ്കിലും റീച്ച് ഉണ്ടാവുമല്ലോ, വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാവും. പണം മാത്രമാണല്ലോ എല്ലാവർക്കും മെയിൻ. അതുകൊണ്ടപ്പോൾ ഇവൻ്റെ സ്വാഭാവികമായിട്ടും വീഡിയോകൾക്ക് റീച്ച് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പോയി ഷെയർ ചെയ്യുക, അത് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഷെയർ ചെയ്യും. തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് പേര് ഷെയർ ചെയ്യും. അതിലൂടെ ഇവൻ്റെ ചാനൽ കാണുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവൻ്റെ ചാനൽ റീച്ച് ആവുകയും ചെയ്യും. വീഡിയോ കണ്ട് ചാനൽ റീച്ച് ആവുകയും ചെയ്യും. അതാണ് ഇവൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവന് ഈ പരിപാടി ഇന്നൊന്നിലെ തുടങ്ങിയതല്ല. നമ്മുടെ എന്താണ് കുറച്ച് ദിവസം മുമ്പ് കാണാതായ അർജുൻ്റെ ആ വീഡിയോ കണ്ടിട്ടും ഇവൻ കുറച്ച് വീഡിയോ വെച്ചിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. ഉരുൾപൊട്ടലിൽ കാണാതായ അർജുൻ്റെ തലയിൽ ഈ ജിറാഫ് തൂർന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വെച്ചാൽ എന്തായാലും ഒക്കെ വെച്ച് തരാം. അത് അർജുൻ്റെ തലയിലല്ല, എന്തായാലും നിന്റെ തലയിലായിരിക്കും എല്ലാവരും കൂടെ, ആൺപിള്ളേരെല്ലാവരും കൂടെ കടന്ന് മേയുന്നത്. ഇവനക്ക് ഇങ്ങനെ ഈ പാവങ്ങളുടെയൊക്കെ ഇത് വെച്ചിട്ട് ഇവനക്ക് എന്ത് റീച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനക്ക് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇവൻ ആഗ്രഹിക്കുന്നത് തോന്നുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇവൻ മറ്റുള്ളവരുടെ എന്താ പറയുക നെഗറ്റീവ് ഇത് കിട്ടിയിട്ട് ഇവനക്ക് എന്താണ് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവൻ എന്തായാലും ഞാൻ വിചാരിച്ചു ആദ്യം ഇവൻ എന്തോ പൊട്ടനോ മാനസിക രോഗിയോ അങ്ങനെ എന്താണെന്നാണ് വിചാരിച്ചത്. സംഭവം പൊട്ടനോ മാനസിക രോഗി ഒന്നും അല്ല. ഇവൻ 10-29 വയസ്സുള്ളൊരു യുവാവ് തന്നെയാണ്. ചെറിയ ചെറുക്കൻ. ഞാൻ വിചാരിച്ചു കണ്ടപ്പോൾ ചെറിയ ചെറുക്കൻ എന്തോ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇവൻ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്യുന്നതൊന്നുമല്ല. ഇവൻ പക്ക ഫ്രോഡാണ്. അപ്പോൾ എന്തായാലും ഇവരെ എന്തായാലും വയനാട്ടിലെ ആൺപിള്ളേർ എന്തായാലും നോക്കി വെച്ചിട്ടുണ്ട്. വയനാട്ടിലെ എന്നല്ല, എല്ലാവരും നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കുറേ നെഗറ്റീവ് കമൻസ് ഇട്ടതും പാല് കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടവർക്കൊക്കെ എന്തായാലും എല്ലാവരും നല്ലപോലെ മേഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവനക്കും
നല്ലൊരു ഇത് കിട്ടുമ്പോൾ പഠിച്ചോളും. ഇവൻ എന്തായാലും പേടിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവൻ്റെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇട്ട വീഡിയോസുകൾ പബ്ലിക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഓരോരുത്തരുടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഇവനക്ക് കിട്ടാനുള്ളത് ആരുടെ അടുത്താണെങ്കിലും കിട്ടും. ഇതിപ്പോൾ ഇവൻ വേറൊന്നും വെച്ചിട്ടല്ല, ദുരന്തത്തിൽ അനുഭവിച്ചുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ഇവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അർജുൻ്റെ ആ ഒരു എല്ലാവരും തീരാ വേദനയോടുകൂടിയാണ് ഇരിക്കുന്നത് ഇങ്ങനെയും 2 ദുരന്തങ്ങൾ സംഭവിച്ചിട്ട്. അപ്പോൾ അതിനിടയിൽ ഇവൻ്റെ ഈ ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണുമ്പോൾ ആരായാലും എന്തായാലും മിണ്ടാതിരിക്കില്ല. ഇവനക്കുള്ളത് ശരിക്കും ആൺപിള്ളേർ എന്തായാലും കൊടുത്തിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഇവൻ്റെ ഈ വീഡിയോകളൊക്കെ വെച്ചിട്ട് അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവനക്ക് ഉള്ള പണി എന്തായാലും അധികം താമസിയാതെ കിട്ടും, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇവൻ്റെ സുഹൃത്തിന് എന്തോ അയച്ച കുറച്ച് വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് നമുക്ക് കേട്ടിട്ട് വരാട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. നമ്മൾ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് 2 എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലുലുവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവൻ പറഞ്ഞ ലുലു ഇത് കണ്ടിട്ടില്ല, നമുക്ക് ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞപ്പോൾ പോയി. അപ്പോൾ പറഞ്ഞ അളിയ ഞാനാണെങ്കിൽ ഇതേപോലത്തെ ജോലിയൊന്നും ചെയ്യില്ല, എനിക്ക് നാണക്കേടാണ് ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യാനും, നീക്ക് എങ്ങനെ അളിയ ഇങ്ങനെ ജോലി ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അളിയ 28 വയസ്സായിട്ട് നിനക്ക് ജോലി ഉണ്ടോ? ഇവൻ്റെ അച്ഛൻ ലണ്ടനിലാണ്, UK വർക്ക് ചെയ്യുന്നത്, അനിയനുണ്ട്, അവൻ നല്ല ക്രിക്കറ്റ് പ്ലെയറാണ്. അപ്പോൾ അച്ഛൻ്റെ പൈസയിലാണ് ഇവൻ ജീവിച്ചു പോകുന്നത്. ഇവനങ്ങനെ വരുമാനമോ അങ്ങനെ ഒന്നുമില്ല, ഇവന് പണിയെടുക്കാനും ഇതിനൊക്കെ ഭയങ്കര മടിയാണ്. അങ്ങനെ ആ സമയത്ത് ഇവൻ പറഞ്ഞ ഇവനൊരു ആലോചന വന്നു. അപ്പം ഇവന് ഇംഗ്ലീഷ് എന്തെങ്കിലും അറിയില്ല, ഇവൻ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. എന്താണ് അങ്ങനെ എന്താണ് ഈ ആലോചന വന്നത് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ്. അവിടെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ കല്യാണം കഴിഞ്ഞ ഉടനെ UK പോകും, അവിടെ പോയി സെറ്റിലാവും, കൂടെ പോകാമെന്നാണ്. പക്ഷെ അവൾ ഓൾറെഡി ഭയങ്കര നോളജാണ്. അവൾ അയക്കുന്ന ഓരോ മെസ്സേജും എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ എന്താണ് ഇവൻ അപ്പോഴേ അങ്ങനെ ഒരു ക്രിക്കറ്റ് മൈൻഡ് ഉണ്ട്, പൈസയ്ക്ക് ഭയങ്കര ആർത്തിയുള്ള വെച്ചാണ്, ചുമ്മാ ഇങ്ങനെ പൈസ ഉണ്ടാക്കുക ആ ഒരു മൈൻഡാണ്. അപ്പോൾ അങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞ ആളിയ അത് നടക്കാത്ത കാര്യമാണ്, ശ്രീധനം വാങ്ങിച്ചിട്ട് പോകുന്നത് നടക്കാത്ത കാര്യമാണ്. ഇപ്പോൾ ശ്രീധനം കിട്ടിയില്ല എങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ശ്രീധനം തന്നില്ല എങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടായി. ഇവന് ശ്രീധനം മേടിക്കുന്നതും അതൊന്നും വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല, ഒരുപാട് പറ്റിക്കുക എന്നുള്ളൊരു മൈൻഡാണ്. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. എന്തായാലും ഇവൻ നാട്ടിലുള്ളവൻ തന്നെയാണ്, അബ്രോഡുള്ളവനൊന്നും അല്ല. എന്തായാലും ഇവനക്കുള്ളത് കിട്ടും. എന്തായാലും ഇവനിപ്പോൾ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞത് ഇവൻ നേരത്തെ വിവാഹ തട്ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ചീറ്റിപ്പോയപ്പോൾ ഈ ഒരു ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇതും ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം. ഇതെന്തായാലും അവൻ ചാനലിൽ നിന്ന് അതൊക്കെ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എന്ത് ഡിലീറ്റായി പോയാലും എല്ലാവരിലേക്കും എത്തേണ്ട അവിടെയൊക്കെ ഈ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഇവൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട്. എന്തായാലും അധികം താമസിയാതെ തന്നെ ആൺപിള്ളേർ എന്തായാലും ശരിക്ക് കൊടുക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ വിവാഹ തട്ടിപ്പുമായിട്ട് നടന്നപ്പോൾ ഒന്നും കാര്യങ്ങളൊന്നും നടക്കാതായപ്പോൾ ഇപ്പോൾ ഈ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നടന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പബ്ലിസിറ്റി കൊണ്ട് നടക്കുന്നത് അധിക കാലം ഉണ്ടാവില്ല. എന്തായാലും ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എന്ത് ഡിലീറ്റ് ചെയ്ത് പോയാലും കിട്ടേണ്ടവൻ്റെ അടുത്ത് നിന്ന് എന്തായാലും കിട്ടുക തന്നെ ചെയ്യും. ഇവനിപ്പോൾ എന്ത് മാപ്പ് ചോദിച്ചിട്ട് വന്നാലും ആൺപിള്ളേർ എന്തായാലും ശരിക്കും ഇവനെ കൊടുക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഇവനക്ക് ഉള്ളത് കിട്ടും. എന്നാലും ഈ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഇവനക്ക് ഇത്രയും പറയാൻ പറ്റുന്നവൻ്റെ ആ ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ, അത് ഭയങ്കര അപാരം തന്നെയാണ്. നിന്നെയൊക്കെ മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതുപോലെ തന്നെ പല നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനേക്കാളും വിഷമായിട്ടുള്ളവനാണ് ഇവൻ എന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാം. അത്രയ്ക്കും നീചനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇവനെക്കുറിച്ചൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിൽ അറിയിക്കുക. നമുക്ക് എന്തായാലും ഇവനെ അധികം താമസിയാതെ തന്നെ പിടിക്കണം, ശരിക്ക് കൊടുക്കും, പെരുമാറും ചെയ്യണം. അമ്മാതിരി കാട്ടിക്കൂട്ടലാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇവനക്ക് അധികം താമസിയാതെ തന്നെ കിട്ടണം. ആ കിട്ടിയെന്നുള്ളൊരു വീഡിയോ അടുത്തത് എനിക്ക് ചെയ്യാൻ സാധിക്കണം എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ഇതാക്കണം. എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾക്ക് പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തുകൂടെന്ന്. പോലീസിൻ്റെ അടുത്ത് ഏൽപ്പിക്കുന്നതിനേക്കാളും ശരിക്കും നല്ലപോലെ എല്ലാവരും ഒന്ന് പെരുമാറിയതിന് ശേഷം പോലീസിൻ്റെ അടുത്ത് ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പോലീസിൽ ഏൽപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇവനക്ക് പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ എന്തായാലും നിസ്സാരമായിട്ട് സ്കൂട്ടായി പോകും. അതുകൊണ്ട് പോലീസിൽ ഏൽപ്പിക്കാതെ ആൺപിള്ളേർ ശരിക്കും പെരുമാറിയതിന് ശേഷം മാത്രം പോലീസിൽ ഏൽപ്പിച്ചാൽ മതി
എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഒരു നാറിയുടെ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തോന്നി. അത് അങ്ങനെ ഞാൻ ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്തായാലും ഇത് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. അത് എന്തായാലും അധികാരികൾക്കൊക്കെ എത്തട്ടെ. അതുപോലെ തന്നെ എല്ലാ ആൺപിള്ളേരുടെ അടുത്തും എത്തട്ടെ. ഇവനെ അധികം താമസിയാതെ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.